കോളാക്കി തന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബർത്ത്ഡേയുടെ സർപ്രൈസ് വീഡിയോയ്ക്കുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ആ കേക്ക് കട്ടിങ്ങും അവരുടെ ആ ഒരു ചെറിയ കൊച്ചു സന്തോഷങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒക്കെ റെഡിയാക്കി മേശയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് കംപ്ലീറ്റ് എൻ്റെ അനിയത്തിയുടെ അവരുടെ 2 ഫ്രണ്ട്സിൻ്റെയും കൂടെ ഒരുക്കങ്ങളാണ്. ഇതിനകത്ത് എൻ്റെ ഉമ്മ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഇല്ല, ഉമ്മ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ ഉണ്ടായിരുന്നില്ല, ഉപ്പ കടയിലുമായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലിതൊക്കെ സെറ്റാക്കി മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ശരിക്കും കുട്ടികളെ പോലെ തന്നെ വാപ്പയും ഉമ്മയും സർപ്രൈസ് ആയി കേട്ടോ. ഇത്രയും സാധനങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യണ കാണാമെന്നല്ലാതെ അവർക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ കുട്ടികളെ ഞങ്ങൾ തറവാട്ടിക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരോട് വരാൻ പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ മാത്രമുള്ള ഈ ഹാളിൽ നിൽക്കുന്ന അനിയത്തിയും കൂട്ടുകാരൊക്കെ കൂടെ അവർ വരുന്നത് നോക്കി കാത്തിരിക്കുകയാണ്. കാരണം അവർ വരുന്ന സമയത്ത് കണ്ണൊക്കെ അടച്ച് പിടിച്ച് കൊണ്ടുവരാനാട്ടോ പ്ലാന്. അവർ ഷോക്കാവില്ലെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. കണ്ടോ, അവർ വരുന്നുണ്ട്. അവരെ വഴിയിലൊക്കെ കാത്തു നിന്ന് കണ്ണൊക്കെ അടച്ചുപിടിച്ച് കൊണ്ടുവരികയാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കായിരുന്നു കേട്ടോ. ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവർ വന്ന് ലൈറ്റൊക്കെ ഓൺ ചെയ്തു. അവർ സർപ്രൈസ് ആവുമെന്ന് ഞങ്ങൾക്കറിയില്ല, കുട്ടികളല്ലേ. ശരിക്കും അവർ എന്താണ് ഇവിടെ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്, എല്ലാം വായിച്ചു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി ഇതാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇവിടുത്തെ സൗണ്ടുകൾ അവിടെ ഇവിടെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാവരും കൂടെ ബഹളം വെച്ചിട്ട് ആകെ ഒരു അലമ്പായിരുന്നു. അതുകൊണ്ടാണ് അപ്പോഴത്തെ ഒരു വോയിസ് കൊടുക്കാത്തത്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. തൊപ്പിയൊന്നും തലയിൽ നിൽക്കണ്ടായിരുന്നില്ല കേട്ടോ. അത് ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് ഒപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ഗിഫ്റ്റ് റാപ്പർ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഒപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ഫസ്റ്റ് ടൈമാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷം ഉണ്ടാക്കുന്നത്. ഒരു ദിവസത്തെ ഡിഫറൻസുകൾ ഇവർ രണ്ടുപേരും തമ്മിൽ. എൻ്റെ ഉപ്പേൻ്റെ അനിയൻ്റെ മോളും അനിയത്തിയുടെ മോനുമാണിത്. ഇവർ രണ്ടുപേരും 24 hour ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത്ര ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. ഓരോ ദിവസത്തെ ഡിഫറൻസിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അവളുടെ അനിയനും അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോനുമാണ് ഗിഫ്റ്റ് കൊടുത്ത 2 കുട്ടികൾ. അപ്പോൾ ഇവർക്ക് ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര എന്തെന്ന് പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയെന്നൊക്കെ. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തിയുടെ ബലൂൺ പൊട്ടിച്ചിട്ടോ. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് അന്തം വിട്ട് നോക്കിയതാണ്. പിന്നെന്താ, അപ്പോൾ അങ്ങനെ എന്തായാലും അവർ ഭയങ്കര ഹാപ്പിയായി, അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇനി അവിടുത്തെ സാധനങ്ങളൊക്കെ കഴിച്ചോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല, ഈ ഒരു ജസ്റ്റ് ആ ഒരു മൊമെൻ്റ്, ആ ഒരു കുറച്ച് നേരം അവർക്ക് കിട്ടിയ ഒരു സന്തോഷമാണ് എനിക്ക് വലുതെന്ന് പറയണത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ എന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുക എന്നുള്ളത്. കുട്ടികൾ പോലും നല്ലൊരു ഡ്രസ്സല്ല ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. വീട്ടിൽ ഇടുന്ന ഒരു പഴയ ഡ്രസ്സുകൾ തന്നെയാണ് എല്ലാവരും. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ അവരെ കൊണ്ടൊക്കെ ഒരുക്കി നിർത്തുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇന്ന് എന്തോ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ നോർമൽ ഒരു ഡേയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉമ്മേൻ്റെ ഇതിൽ വല്ല പഴയ മാക്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണ് നിൽക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു 8-9 പേരിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് കേക്കിൻ്റെ പീസസ് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ബാക്കി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള വീടുകൾ കൂടെ കൊടുത്തു കേട്ടോ. അത് രാത്രിയിലാണ് ഞങ്ങൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രിയല്ല, ഒരു സന്ധ്യാവാൻ സമയത്താണ് ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികളൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവളുടെ അനിയനാണിത്. ഹിസാന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും മേമനോട് അനുവിൻ്റെ ബർത്ത്ഡേ എന്തായാലും റിൻസിത്താത്ത ആഘോഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അവനാണെങ്കിൽ തറവാട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരൊക്കെ കുറേ പറഞ്ഞ് തള്ളി വിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് വെക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, റിൻതാത്ത പുഡിങ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ കൊതിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ മേമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര റിൻസിത്താത്ത അനുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കും, ഇത്രേ എൻ്റേത് ആഘോഷിക്കൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കേക്ക് കട്ടിങ്ങോ അങ്ങനെ വലിയ ആളുകളെ വിളിച്ചിട്ടുള്ള ആഘോഷം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ബർത്ത്ഡേക്ക്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 1-2 വർഷമായിട്ടുള്ളൂ എപ്പോഴെങ്കിലും ഒരു കേക്കോ കട്ട് ചെയ്യലൊക്കെ തുടങ്ങിയത്. അതിൻ്റെ മുൻപൊക്കെ വല്ല പായസം വെക്കുക, അതല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ വല്ല ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യും, അല്ലാതെ ഒരു ഫംഗ്ഷൻ ആക്കിയിട്ടൊന്നും നടത്താറില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ നല്ല സന്തോഷമല്ലേ, അവർക്ക് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിലെ ട്വിൻസിനെ പോലെ തന്നെയാണ് ഇവർ.
നേരിട്ട് ഉണ്ടാക്കി ഇരുമ്പാമ്പാണ് അത് വേറെ കാര്യം. ചില സമയത്തൊക്കെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ എന്താ പറയുക, അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവർക്ക് അതെല്ലാം കൂടെ കണ്ടപ്പോൾ തന്നെ ഇത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ കേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേണ്ടോളം കേക്ക് എല്ലാവരും കഴിച്ചിട്ടോ. കേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളുടെയൊക്കെ വയറ് നിറഞ്ഞു. കുഞ്ഞു വയറല്ലേ, പക്ഷെ എന്നാലും നിർബന്ധിച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് അവർ കഴിക്കുന്നത്. എനിക്ക് വയറ് എനിക്കാന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നിർത്തി കഴിപ്പിക്കുകയാണ്. ആ ഒരു തൊപ്പി ഞങ്ങൾ പറഞ്ഞിട്ട് പോലും അവർ ഊരിയിട്ടില്ല കേട്ടോ. പോണത് വരെയും തലയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിസാനയുടെ അനിയനാണെങ്കിലും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിനുള്ളിൽ എങ്ങനെയാണ് എന്താ ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ അതിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടിട്ട് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അത് ഊരിയിട്ട് ബാക്കി 2 കുട്ടികൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് റെഡിയായി. അപ്പോൾ എന്തായാലും മാമൻ്റെ മോൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്. അവന് ഭയങ്കര ചമ്മലുള്ള ടൈപ്പ് കുട്ടിയാട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അങ്ങനെ അവർ സംസാരിച്ച് കുറേ അവർ തമ്മിൽ ഇങ്ങനെ കൂട്ടം കൂട്ടുന്നതൊക്കെ നല്ല രസമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ഉള്ളവരും കൂടെ സംസാരിച്ചപ്പോൾ അതാകെ അലമ്പായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൗണ്ടൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് കളഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം വെച്ചപ്പോഴത്തേക്കിനും അവൻ്റെ ആഗ്രഹം തീർന്നു, അത്രയേ ഉള്ളൂ. ഇവനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞത് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷാഭേദം കാണിക്കുകയും ചെയ്തു. അവളോട് മാത്രം വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ പിസ്സ ഭയങ്കര കോമഡി ആയിരുന്നു. ഒരു രക്ഷയില്ല മക്കളെ. പിസ്സ കട്ട് ചെയ്യാൻ അവസാനം കോടാലി കൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു. പിസ്സ സെറ്റ് ചെയ്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞങ്ങളിവിടെ എന്താ പറയുക ഷവർമയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഡെക്കറേഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ ഫസ്റ്റത്തെ പിസ്സ അടി കരിഞ്ഞു പോയി. അടി കരിഞ്ഞിട്ടാണ് ഞങ്ങൾക്കത് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പിസ്സയിൽ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞങ്ങൾ സെറ്റ് ചെയ്തു. അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഇവർ എന്താ പറയുക ഇവരോട് വരാൻ പറഞ്ഞ് വിളിച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവർ വന്ന് അങ്ങനെ കേക്ക് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധ ഫുള്ള് അവിടേക്ക് അങ്ങ് തിരിഞ്ഞ് ഇവരുടെ കാര്യങ്ങളും സംസാരങ്ങളൊക്കെ കേട്ടിരുന്നപ്പോൾ രണ്ടാമത്തെ പിസ്സയും കരിഞ്ഞു പോയി. അങ്ങനെ അടിപൊളിയായിരുന്നു പിസ്സ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കഴിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. പിസ്സ കരിഞ്ഞാൽ എന്താ പരിപാടി, എന്തായാലും നല്ല കളറായിരുന്നു കേട്ടോ. നല്ല കിടുക്കാച്ച ദിവസമായിരുന്നു. ഞാൻ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചെരുപ്പായിരുന്നു കേട്ടോ. ഇതാണല്ലേ കുഞ്ഞിക്കൂറ. ഞാൻ വാങ്ങിച്ചിരുന്ന ചെരുപ്പ് ആ 2 പേർക്കും പാലായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അവർ ഷോക്കേസിൽ വെക്കാന്ന് പറഞ്ഞ ചെരുപ്പാണ്. ഞാൻ ആക്ച്വലി തെറ്റിദ്ധരിച്ച് ആ ബാക്കിലിരിക്കുന്ന കവറാണെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ അനിയത്തി എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ള് നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങളുടെ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടിച്ചു പൊട്ടിച്ചൊക്കെ പറഞ്ഞോ. അടിക്ക് പൊട്ടിക്കോ, അടിച്ചു പൊട്ടിച്ചോ. ഞങ്ങളുടെ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള അറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടിച്ചു പൊട്ടിച്ചോണ്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയും. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. ഫ്രണ്ട്സ്, ആ 2 കുഞ്ഞു മക്കളുടെ ഫേസിൽ വലിയൊരു സന്തോഷമാണ് ഞാൻ എന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന വിധമൊക്കെ ഞാൻ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടിയ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരി, എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.